നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാർച്ച് മാസം മുതൽ ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കുക? കഴിഞ്ഞ 2 മാസങ്ങളിൽ നടന്ന ഓഡിറ്റിന് ശേഷം എത്ര ആളുകൾ പുറത്തായിട്ടുണ്ട് എന്നതിനെല്ലാം കുറിച്ച് നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ, ആ അറിയിപ്പുകൾ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. സർക്കാർ തലത്തിൽ നടത്തുന്ന പുതിയ അറിയിപ്പുകളും തീരുമാനങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഇനി മുതൽ പെൻഷൻ ലഭിക്കുകയില്ല. സർക്കാരിൻ്റെ നിർദ്ദേശം കർശനമായി നടപ്പാക്കി കഴിഞ്ഞാൽ പകുതി പേരും പെൻഷനിൽ നിന്ന് പുറത്താകുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെൻഷനിൽ നിന്ന് പുറത്താകുന്ന സ്ഥിതി വരാൻ പോവുകയാണ്. 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ല. സ്വന്തം സ്ഥലത്ത് മക്കളാരെങ്കിലും 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട് വെച്ചാലും 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള 1600 രൂപ പെൻഷൻ ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ചെറിയ വീടാണെങ്കിലും അതിൽ AC അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളുള്ള വീടുകളാണെങ്കിൽ അവർക്കും പെൻഷൻ ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. റേഷൻ കാർഡിൽ പേരുള്ള ആർക്കെങ്കിലും 4 ചക്ര വാഹനമുണ്ടെങ്കിൽ അവർക്കും ഇനി മുതൽ പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് 1 ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഭൂമിയുണ്ടെങ്കിൽ, 1 ലക്ഷത്തിന് മേലെ വരുമാനമുണ്ടെങ്കിൽ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ നിന്ന് പുറത്താകും. സർക്കാർ തലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലും ഈ മാസങ്ങളിലും ഒരു അന്വേഷണം നടക്കുകയാണ്. വാർഡ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അങ്ങനെ പല ആളുകളെയും പെൻഷൻ പുറത്തായിട്ടുണ്ട്. അത് അവർ പോലും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ഇപ്പോൾ ഫെബ്രുവരി മാസം പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു ഫെബ്രുവരി മാസം മുതൽ പെൻഷൻ ലഭിച്ചില്ല, ജനുവരി മാസത്തിൽ പെൻഷൻ ലഭിച്ചില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകിൽ പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്യുക നമ്മൾ ഇപ്പോഴത്തെ പെൻഷൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അതല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് നേരിട്ടോ അന്വേഷണം നടത്തി നമ്മുടെ പെൻഷൻ ഇപ്പോഴും ആക്റ്റീവാണെന്ന് ഉറപ്പുവരുത്തുക. ഫെബ്രുവരി മാസം പെൻഷൻ ലഭിക്കാത്ത ആളുകൾ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണോ പെൻഷൻ മുടങ്ങിയതെന്ന് അറിയാൻ സാധിക്കും. ചിലപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പോഴും മസ്റ്റിംഗ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. 2025 മസ്റ്റിംഗ് അടുത്ത മാസം ബിരുദ മാസം നടക്കുകയാണ്. എങ്കിലും കഴിഞ്ഞ വർഷം തന്നെ മസ്റ്റിംഗ് നടത്താത്ത ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ പുതിയ പെൻഷൻ പാസ്സായതിനു ശേഷം നിർബന്ധമായിട്ടും മസ്റ്റിംഗ് പൂർത്തിയാക്കണം. അങ്ങനെ മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ എല്ലാ വർഷവും നൽകേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് അവർ പുനർവിവാഹിതയായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്. അത് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. ആധാറുമായി ലിങ്ക് ചെയ്യാത്ത പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ ലഭിക്കും. ഇപ്പോൾ അവരെ 1 ഏക്കറിന് മേലെ ഭൂമിയുണ്ട്, അതുകൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കാർഷിക ഭൂമിയാണ് തെളിയിച്ചാൽ മതി. അതുപോലെ തന്നെ വാഹനമുള്ള കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് ജീവനോപാധി മാർഗമായ വാഹനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ തുടർന്ന് ലഭിക്കും. അങ്ങനെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് കറക്റ്റായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പെൻഷൻ തുടർന്നും ലഭിക്കും. അതുപോലെ തന്നെ 2 മാസം അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ പെൻഷൻ മസ്റ്റിംഗ് തുടങ്ങുകയാണ്. അതിനുമുമ്പായി തന്നെ നമ്മുടെ ആധാർ കാർഡ് സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പല ആളുകളും ഇനിയും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും സാധിക്കില്ല. അതുപോലെ തന്നെ ചെറിയ ശതമാനമാണെങ്കിലും ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് പെൻഷൻ പോർട്ടൽ വഴി. അങ്ങനെയുള്ള ആളുകൾക്കും പെൻഷൻ മുടങ്ങുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തെല്ലാം കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് കറക്റ്റായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.